അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്ര കാലം ജീവിക്കുന്ന ആളുകളാണെങ്കിലും അഥവാ നമ്മുടെ ആയുസ്സ് എത്രയാണെങ്കിലും ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നിനും നല്ല പ്രതിഫലം ലഭിക്കാൻ ആദ്യമായി നമുക്കുണ്ടാവേണ്ടത് നിയ്യത്താണ്. ആ നിയ്യത്തിനെ ഏറ്റവും നല്ല രൂപത്തിലാക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഇൻ വിൽ ഖൈറ, നീ നന്മകൾ ചെയ്യണമെന്ന് നിയ്യത്ത് വെക്കുക. ഫ ഇന്നക ലാ തസാലു ബി ഖൈരിൻ മാ നവൈതൽ ഖൈർ, നീ നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യണമെന്ന് നിയ്യത്താക്കുന്ന കാലത്തോളം നീ നന്മയിലായിരിക്കും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിലൊരു നന്മ ഉണ്ടാവണമെന്ന്, ആളുകൾക്ക് ഉപകാരം ഉണ്ടാവണമെന്നും അതുപോലെ ഏത് കാര്യത്തിലും പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ആ ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകുമ്പോൾ, അത് എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും, നമ്മൾ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എന്ത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാറ്റിലും അത് ഖൈറാണ്, അല്ലെങ്കിൽ അത് നന്മയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏത് വിഷയങ്ങൾ പരിശോധിക്കുമ്പോഴും, ഇപ്പം വീട്ടിൽ ചിലവിന് കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഇനി വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലെ പണികൾ ചെയ്യുന്നത്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണെങ്കിലും പരസ്പരം സഹകരിക്കുന്നതും സഹായിക്കുന്നതും ഇങ്ങനെയുള്ളതൊക്കെ നല്ല നീയത്തുണ്ടെങ്കിൽ എല്ലാം പ്രതിഫലാർഹമാക്കിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഏത് വിഷയങ്ങൾ എടുത്ത്, ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നു വീട്ടിൽ, അതുപോലെ തന്നെ വൃത്തിയാക്കുന്നു, ഏത് വിഷയങ്ങൾ എടുക്കുമ്പോഴും അത് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ തൻ്റെ സഹോദരനുള്ള ഉപകാരം, അവർക്ക് അതിൽ നിന്നും ഉപകാരം ലഭിക്കുന്നു എന്നുള്ള പല വിഷയങ്ങൾ നമ്മൾ കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ എല്ലാം പുണ്യങ്ങൾ നേടാൻ നമുക്ക് പുണ്യം നേടാൻ കഴിയും എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന വിഷയത്തിലാണ് എല്ലാ തലത്തിലും നമുക്ക് ഇത്തരം ഓരോന്നെടുക്കും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഇടപെടുന്ന ഏത് മേഖലയിലും, നമ്മൾ എന്ത് വിഷയത്തിലാണ്, തൊഴിലിടങ്ങളിലാവട്ടെ, നമ്മുടെ സഹവസിക്കുന്ന മേഖലകളിലാവട്ടെ, ഇനി നമ്മൾ പോകുന്ന പള്ളികൾ, നമ്മൾ പോകുന്ന മറ്റു സ്ഥാപനങ്ങൾ, എവിടെയായാലും നമ്മളുടെ ഇടപെടലുകൾ മുഴുവൻ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, എല്ലാറ്റിലും എനിക്കതിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം, നന്മയിൽ അടിയുറച്ചുകൊണ്ട് അല്ലെങ്കിൽ നീതിയുക്തമായിട്ടുകൊണ്ട് നന്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് നല്ല സംസാരങ്ങളും നല്ല പെരുമാറ്റങ്ങളും ഒക്കെ നമ്മൾ ബോധപൂർവം നീയത്ത് ക്ലിയറാക്കിക്കൊണ്ട്, പണ്ഡിതന്മാർ പഠിപ്പിച്ച നല്ല നീയത്തിലുള്ള സമയമാണെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രതിഫലം, നീ ആ നന്മയിലായിക്കൊണ്ടേയിരിക്കും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള വിഷയം പ്രത്യേകം ഓർക്കുക. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നീയത്ത് ഏറ്റവും ഖാലിസാക്കാൻ, അത് ശുദ്ധമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.